ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചലഞ്ചാണ് നടത്താൻ പോകുന്നത്. പൊതിച്ചോർ ഈറ്റിംഗ് ചലഞ്ച്. സോ പൊതിച്ചോറ് നമ്മൾ പറയുമ്പോൾ ഒരു ആസ്വദിച്ചാണ് പൊതിച്ചോറ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്ലോലി ആയിട്ട് നമ്മൾ 20 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ പതുക്കെ കഴിക്കണം. അതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫോണിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചലഞ്ചാണ്. സോ ഫോണിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ റാപ്പ് ചെയ്തപ്പോൾ നല്ല വ്യത്യാസമായിട്ടുണ്ട്. പക്ഷെ അത് റാപ്പ് ചെയ്തപ്പോൾ മാത്രം ഒരു പ്രശ്നം ഉണ്ടായത്. എൻ്റെ ഫുള്ളും പോയി എൻ്റെയും പോയി. പക്ഷെ ഞങ്ങൾ ഒരു എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ടേബിളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ടൈമർ സെറ്റ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ചലഞ്ചാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും എഫോർട്ട് എടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, വാ. അപ്പോൾ നമ്മൾ ഫോണിൽ ടൈം സെറ്റ് ചെയ്യാം. ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ 20 മിനിറ്റ്സ് നമ്മൾ ടൈമർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫുഡ് കാണിച്ചു തരാം. എന്നിട്ട് വേണം നമ്മൾ ടൈമർ ഓൺ ആക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സെറ്റ് ചെയ്യാം. ഫുഡ് വെച്ചിട്ടേക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളുടെ പൊതി കാണിച്ചു തരാം. പക്ഷേ ഈ പൊതി കണ്ടാലും കളിയാക്കണ്ട കേട്ടോ. വെട്ടാൻ കാത്തിരുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ട്രൈ ചെയ്തു. പക്ഷെ എന്താണ്, ഫ്ലോപ്പായി. ഇലയാണ് നമ്മൾ ചതിച്ചത്. അതുകൊണ്ടാണ് ഇല്ല, ഓൾറെഡി അത് പിടിക്കുന്ന സമയത്ത് തന്നെ പേർന്ന് വരികയാണ്. സോ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 500 പ്ലേറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വെച്ച കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ പപ്പടം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. രസം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. രസം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് തന്നെ അൺബോക്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. സ്ഥലം തന്നെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ചോറ് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് കാണുമോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണുള്ളത് വിഭവങ്ങൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് കാണിച്ചു തന്നിട്ട് പറയാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പറയാം. ചോറുണ്ട്, പിന്നെ കപ്പയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബാക്കി പറയാം. വെണ്ടയ്ക്കുണ്ട്, കോവയ്ക്കുണ്ട്. അപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു നമുക്ക് വെജാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ മുട്ട എടുത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് കഴിക്കാം. അതിനോടൊപ്പം തന്നെ ഇത് ടേബിൾ ഭയങ്കര ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമ്മൾ എന്തൊക്കെയാണുള്ളത് കാണിച്ചത്. അപ്പോൾ പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കറികളുണ്ട് കേട്ടോ. കറി പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ സാമ്പാറും പിന്നെ അതേപോലെ തന്നെ രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫീവർ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ വെച്ച് സെറ്റ് എനിക്കൊരു പപ്പടം ഒരു സദ്യ പോലൊരു ഫീൽ. അതല്ല അതായത് ഒരു പൊതിച്ചോറാണല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ നമ്മൾ കുറച്ച് എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. പപ്പടവും സാമ്പാർ നല്ല കോമ്പിനേഷൻ ഉണ്ട്. സോ നമ്മൾ കുറച്ച് എടുത്തുള്ളൂ. പ്ലേസ് ഇത് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണിച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. സ്റ്റാർട്ട് ചെയ്യാം. ടൈം സെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ വേണം കഴിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും സ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കര സ്ലോലി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം വേറെ ഇടാം. നമുക്ക് കഴിക്കാം. ഭയങ്കര സ്ലോലി ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നും കൂട്ടി കഴിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. സുഖമായി എത്രത്തോളം ക്ലിയർ ആവുമോ കഴിക്കാൻ. അത് പിന്നീട് വരുവാണെങ്കിൽ ഞാൻ ഇതിലേക്ക് നമുക്ക് അടുത്ത ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കപ്പ, ചോറ്, പപ്പടം, ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, എല്ലാം മിക്സ് ചെയ്ത് വേണം കഴിക്കാം. വെണ്ടയ്ക്ക, പിന്നെ ബ്രിഞ്ചോള്, അങ്ങനെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 6 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂട്ടി ഒരു വായ എടുത്താലോ. അത്രയും ടൈം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും സ്ലോ ആയിട്ട് കഴിക്കുന്നത്. ആസ്വദിച്ച് കഴിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയ വാഴയായി. സോറി ഗൈസ്, നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കപ്പയൊക്കെ കപ്പ വെച്ചിട്ട് ഉണ്ടാക്കി. വെണ്ടയ്ക്ക അതും സെറ്റ് ആയിട്ടുണ്ടല്ലേ. വെണ്ടയ്ക്ക പോഷക്തി എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാം ശരിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് വാഴയില കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവ സഹായിച്ചിട്ടുണ്ട്. വാട്ടി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇടാം. കഴിച്ചോളൂ. വാഴ കൊള്ളാത്ത കൊണ്ടാണ് ഇങ്ങനെ വാഴ വലുതാക്കിയിട്ട് കഴിക്കുന്നത്. രസം എടുക്കണം. ടൈം ചെറിയ പതുക്കെ കൊള്ളൂ.
ഇവർ പറയും നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടാണ് അത് വേറെ ലെവൽ. പ്രത്യേക ഒരു ഫീലാണ് എല്ലാം കൂടി കഴിക്കുമ്പോൾ എന്തോ ഒരു ഫീലൊക്കെ നമ്മൾ അത്രയ്ക്കൊന്നും ഓയിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതെ അതെ. എല്ലാം കൂട്ടി ഞങ്ങൾ വേറെ ലെവലായിട്ടില്ല കേട്ടോ ഇതാ. അപ്പോൾ നമുക്കിങ്ങനെ കഴിച്ച ശീലമില്ല, ഈ ഒരു പൊതിച്ചോറ് കഴിച്ച ശീലമില്ല. നമ്മൾ ഉണ്ടാക്കി പക്ഷേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ കഴിക്കാതെ ആദ്യമായിട്ടാണ്. അതെ. സോ നമ്മളെല്ലാം കൂടി ഒന്ന് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് നടത്തി അതിന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ അതിന് മാത്രമായിട്ട് എന്താ കണ്ടന്റ് നമുക്ക് വേണ്ട എന്തിനാണ് നമ്മൾ വിചാരിച്ചു അതൊക്കെ സ്ലോലി കഴിക്കണം. ചലഞ്ച് മറന്നു, അതാണ് മെയിൻ. അത് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് സ്ലോലി കഴിക്കാൻ പറ്റുള്ള. ഒന്നാമത് 3 മണി കഴിഞ്ഞു, ഫുഡ് കഴിക്കാനുള്ള ടൈം കഴിഞ്ഞു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊതിച്ചോറിൻ്റെ അത്ര വരത്തില്ല. പൊതിച്ചോറ് പറയാൻ പറ്റില്ല, പൊതിച്ചോറ് തന്നെയാണ്. സോ ധാരാളം വിഭവങ്ങളൊക്കെ ഉള്ള സ്ഥലം ഒരു ആവേശത്ത് കുറച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി മിക്സ് കഴിക്കുമ്പോൾ സൂപ്പർ നല്ല കഴിക്കാൻ ഇഷ്ടപ്പെടും. ചലഞ്ച് എന്ന കാര്യം ഞാൻ മറന്നിട്ടുണ്ട്. ഞങ്ങൾ വെറുതെ പറയല്ല, സാധനം കിടുവാണ്. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പറയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഗൈസ് അങ്ങനെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാനത് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം നമ്മൾ നോക്കാൻ പറ്റും. 10 മിനിറ്റേ ഉള്ളൂ. ഞങ്ങൾ ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ടൈം കഴിക്കാൻ 9 മിനിറ്റ് ആകുമ്പോൾ ഞങ്ങൾ ചലഞ്ച് നമ്മൾ ഇതാക്കില്ല കേട്ടോ. പിന്നെ എന്താ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ ഈ ചോറ് ഈ പൊതിച്ചോറ് എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ മൊത്തത്തിൽ പൊതിഞ്ഞിട്ട ഒരു റിസ്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാം പേരുകൾ വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അല്ലെങ്കിൽ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അടിപൊളിയാണ്. നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയില്ല, സീരിയസ്ലി നന്നായിട്ടുണ്ട്. നമ്മൾ 2 ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫോണിൽ പെട്ടെന്ന് ഓഫായി വെച്ചാൽ കട്ട് തീർന്നു. ഇത് വേറെ ഫോണിൽ സംസാരിക്കാൻ സമയമില്ല, സേഫ്റ്റിക്ക് സമയം സേഫ്റ്റി നോക്കിയിട്ടുണ്ട്. സംസാരിക്കാൻ സമയമില്ല, ഇതെന്തായാലും ചെയ്യത്തില്ല. ഞാൻ പറയാം സ്ലോ ഈറ്റിംഗ് ലഞ്ചാണ്. നോർമലായിട്ട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ നമ്മുടെ പകുതിയെങ്കിലും കുഴപ്പമുണ്ട് അടങ്ങിയില്ല. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ചലഞ്ച് കമൻറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ആവുന്ന തുടങ്ങി 6 മിനിറ്റ് സ്ക്രീൻ ഓഫ് 6 മിനിറ്റ് ഇതത്തില്ലാതെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വേണം 1 മിനിറ്റിൽ നമ്മൾ സ്പീഡിൽ കഴിക്കണം. അത്രയും ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് സൂപ്പറായിട്ട് വേറെ ഒട്ടൊന്നും അറിയാണ്ട് കഴിച്ചാൽ നോർമലി ചോറ് വയ്ക്കുമ്പോൾ അറിയാറില്ല. സ്ലോട്ടിൻ്റെ കൊണ്ട് പെട്ടെന്ന് അറിഞ്ഞുണ്ടോ കുറച്ച് അധികം ക്ലിയറല്ല, അഡ്ജസ്റ്റ് പണിതാം എല്ലാം നമ്മൾ ഗൈസ്. അപ്പം അങ്ങനെ രണ്ടുപേരും ഭയങ്കര ടൈ കോമ്പറ്റീഷനാണ്. അത്രയ്ക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ്. ഓക്കെ, എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഏകദേശം ഭയങ്കര ലെങ്ത്ത് കുറവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നും 20 മിനിറ്റ്സിൽ ഇത്രവട്ടം തീർക്കുന്നു. അല്ലാണ്ട് അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഏറ്റവും ചുരുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാട്ടോ നമ്മൾ അത്രയും ലാഗടിപ്പിക്കേണ്ട 2 മിനിറ്റ് നമ്മൾ 1 മിനിറ്റ് ആവുന്ന സമയത്ത് കപ്പെന്ന് വായിർത്തും. അതാണ് നമ്മുടെ ചാലഞ്ച്. ഞങ്ങൾ എപ്പോഴും ഭയങ്കര സ്പീഡായിട്ട് കഴിക്കുക. ടൈം പോകുന്ന വിധം അറിയത്തില്ല. ഈ ഷോളിൻ്റെ ഒക്കെ അവസ്ഥ വേറെ ലെവലായിട്ടുണ്ട്. കുറച്ച് അടുത്തേക്ക് വൈബാ. ആദ്യം വലിയ വായി കഴിക്കും, അത് ഓർമ്മയില്ല. അപ്പോൾ ഗൈസ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഇത് പതുക്കെ ടൈം ഇസ് ഓവർ അവർ ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ സമയമോ ഒരു മിനിറ്റ് ഫാസ്റ്റ് കഴിക്കണം പറയുന്നത്, ഫാസ്റ്റിൽ കഴിക്കാൻ പറയുന്നത്. ഫുള്ളായി. ഇത്രയും ഞങ്ങൾ കഴിക്കില്ല. വീഡിയോ എടുക്കാം. നിങ്ങൾ കഴിയായി 10 സെക്കൻഡ്സിൽ 10ാമത്തെ സെക്കൻഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം കഴിക്കും.
അയ്യോ കറക്റ്റാക്കി ലെവലാക്ക് എനിക്ക് തോന്നി ഇത് പൊടിയുള്ളൂ. അവർക്ക് പൊടിയോ ഫസ്റ്റ് ചവച്ചയച്ച് കഴിക്കുന്നത് 20 സെക്കൻഡ്സ് ഉള്ളൂ. 15, 17, 56, 60, വളരെ 40. കുറച്ച് കേട്ടോ, ഇനി ഒന്നും എനിക്കറിയില്ല. അങ്ങനെ കഴിച്ചു. ആ ചവച്ചയച്ച് കഴിക്കാം. അപ്പോൾ ഇവളാണ് വിന്നർ. ഇവിടെ അങ്ങനെ നീയല്ലേ എത്രയും പെട്ടെന്ന് ചവച്ചയച്ച് കഴിച്ചത്. അന്നേരം തന്നെ എൻ്റെ പ്ലേറ്റിൽ പ്ലേറ്റില്ല, എൻ്റെ ആ ഒരു ഇലയിൽ എൻ്റെ വാഴ ഇലയിൽ മറ്റേ ചോറൊക്കെ നീ ബാക്കി. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ വിന്നർ. നോക്കൂ. പെർഫെക്റ്റ് ആയിട്ട് അവളുടെ കറക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ആണെങ്കിൽ And the winner is പിന്നെ ഒന്ന് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വരാം. ഈ ഒരു പൊടി ഗെയിമിൽ വിന്നായിരിക്കുന്നത് നമ്മുടെ ഹിബയാണ്. കൺഗ്രാറ്റ്സ്. thank you. അപ്പോൾ നമ്മുടെ വിന്നർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. സോ നേരത്തെ പ്രഖ്യാപിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാറ്റ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ഈ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.